നമസ്കാരം, എല്ലാവർക്കും സിമിസ് ക്യൂസീനിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗീ കേക്കാണ്. ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണ്. അധികം കഷ്ടപ്പാടൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചാണ് നമുക്ക് വളരെ ഈസി ആയിട്ടും നല്ല രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഗീ കേക്ക്. അപ്പോൾ നമുക്ക് ഗീ കേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഒരു പാത്രം എടുത്ത് വെച്ചിരിക്കണം. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് നെയ്യ് ഒഴിക്കുകയാണ്. അത് നമ്മൾ ഉരുക്കിയൊന്നും എടുക്കേണ്ട, നമ്മൾ സാധാരണ കുപ്പിയിലിരിക്കുന്ന അതേപടി എടുത്ത് ഇതുപോലെ 1/2 കപ്പ് എടുത്ത് ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ നെയ്യ് നന്നായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ്, ഇതിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ്, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെ നമ്മുടെ ഈ ഗീയിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ കൊണ്ടാണ് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതില്ലാത്തവർ ഒന്ന് ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പഞ്ചസാരയും ഗീയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് മുട്ട ചേർക്കാം. അപ്പോൾ ഞാനൊരു 3 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ്. റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം മാത്രമേ ഏത് കേക്ക് തയ്യാറാക്കുമ്പോഴും മുട്ട ചേർക്കാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 2 മുട്ടയെ നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർക്കാം. അപ്പോൾ വനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് നമ്മൾ ഈ വനില എസൻസ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്, ഈ മുട്ട ഒഴിച്ചാൽ ഉടനെ ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ മുട്ടയുടെ ആ ടേസ്റ്റ്, മണവും ഒക്കെ വരാറുണ്ട് കേക്കിൽ. അപ്പോൾ അത് വരാതിരിക്കാനും നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വനില എസൻസ് ചേർക്കുന്നത്. വനില എസൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചുകൂടെ ചേർക്കാം. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ് നമ്മുടെ ഗീ കേക്കിന് ചേർത്ത് കഴിഞ്ഞാൽ. ഏലക്ക പൊടിച്ച് ചേർക്കണമെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ വനില എസൻസ് വേണമെങ്കിൽ അത് ചേർക്കാം. വനില എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ആ ഒരു ഗീ കേക്കിൻ്റെ അതേ ടേസ്റ്റാണ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ വനില എസൻസും പഞ്ചസാര പൊടിച്ചതും ഗീയും 2 മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീറ്റർ ഇല്ലാത്തവർ വനില എസൻസും മുട്ടയും പാലും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതിലേക്ക് ചേർത്താൽ മതി. പഞ്ചസാരയും ഗീയും കൂടെ സാധാരണ ഫോർക്കോ അല്ലെങ്കിൽ ഒരു വിസ്കോ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്കിതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടെ ചേർക്കാം. പാലും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പാലും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൈദ 1 കപ്പ് ഇതിലേക്ക് ചേർക്കണം. 1 കപ്പ് മൈദ ഞാൻ ഈ അരിപ്പയിലിട്ടിരിക്കുകയാണ്. ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ നമുക്കിതെല്ലാം കുറേശ്ശെ ചേർത്ത് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മിശ്രിതത്തിലേക്ക് കുറേശ്ശെ ചേർത്ത് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതൊരു വിസ്ക് വെച്ച് എടുത്താൽ മതി. പതുക്കെ ഫോൾഡ് ചെയ്ത്, കട്ടയില്ലാതെ എടുക്കണമെന്നേ ഉള്ളൂ. പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ കുറേശ്ശെ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. ഒരുപാട് പ്രസ് ചെയ്തൊന്നും കലക്കണ്ട. ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് കലക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ കട്ടയില്ലാതെ നമ്മൾ കലക്കിയെടുക്കണം.
അപ്പോൾ ഇപ്പോൾ എല്ലാം മുഴുവൻ മാവ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തു. അപ്പോൾ നമ്മൾ നന്നായിട്ട് മുട്ടയും ഒക്കെ ചേർന്ന മിശ്രിതത്തിലേക്ക് ഇത് മുഴുവൻ ചേർത്ത്, അപ്പോൾ മാവ് മുഴുവൻ ചേർത്ത് നമ്മൾ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടാണ് കലക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. എപ്പോഴും നമ്മൾ കേക്ക് നമ്മൾ ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ കേക്കിൻ്റെ ടിൻ തയ്യാറാക്കി വെക്കണം. അത് മിക്ക ഇതിൽ ഞാൻ പറയാറുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ പ്രത്യേകിച്ച് കാണിക്കാതിരുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ലോഫ് പാനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലുള്ള ടിന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇഷ്ടമുള്ള ടിന്നിൽ ഒഴിച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ലോഫ് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഞാനൊരു പാഷ്മെൻറ്റ് പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ അല്പം ഗീ പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ നമ്മുടെ ഈ തയ്യാറാക്കി വെച്ച ലോഫ് പാനിലേക്ക് ഒഴിക്കാം. ഇപ്പം ഞാൻ മുഴുവൻ ബാറ്ററും ഇതിലേക്ക് ഒഴിച്ചു. ഇപ്പം നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്യാം. അത് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ എയർ ബബിൾസൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ തന്നെ ഒരു ചരുവം ചൂടാക്കിയിട്ടിരിക്കുകയാണ്. 30 മിനിറ്റ് മുമ്പ് നമ്മൾ ചൂടാക്കാൻ വെക്കണം. ഉപ്പിട്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയിടുക. എന്നിട്ട് വേണം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം, ഓഫ് ചെയ്യരുത്. നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ തയ്യാറാക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടില്ല. ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ബാറ്റർ അതിലേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ട ചരുവത്തിലേക്ക് നമുക്ക് വയ്ക്കാം. നിങ്ങൾ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്താൽ മതി. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് വയ്ക്കണം. 30 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് 10 മിനിറ്റ് കൂടെ നമ്മൾ ബേക്ക് ചെയ്യണം. അതായത് മൊത്തം നമുക്ക് 40 മിനിറ്റ്. 30 മിനിറ്റ് മീഡിയം ഫ്ലെയിം, 10 മിനിറ്റ് ലോ ഫ്ലെയിം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല കറക്റ്റായിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ അവിടെ ഇരുന്ന് ബേക്ക് ആവട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതാ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കാം അകത്തൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട്, അപ്പോൾ ഒട്ടും വലുതുണ്ട്, ക്ലീനാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിരുന്ന് അപ്പോൾ ഞാനിത് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തണുക്കട്ടെ. നമുക്ക് തണുത്തതിന് ശേഷം നമുക്കിത് നോക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തു. നമ്മുടെ ഈ ലോഫ്റ്റിൽ നമുക്ക് മാറ്റാം. ഇതുണ്ട്, നല്ല അടിവശവും എല്ലാം നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. നമ്മൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ വളരെ സുന്ദരമായിട്ട് നമുക്കിതിൽ തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട്, നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റാൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് കുക്ക് വെയറിലോ തയ്യാറാക്കിയെടുക്കാം. അതല്ല കുക്കറിലാണെങ്കിലും ഇത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ? അതുപോലെ നല്ല രുചികരമായ കേക്കാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, കേക്കിൽ ഏറ്റവും ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കേക്കാണ് ഗീ കേക്ക്. ആർക്കും വളരെ എളുപ്പത്തിൽ 4 മണിക്കൊക്കെ നമുക്ക് ചായക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗീ കേക്ക് റെഡിയായി. അപ്പോൾ നമ്മുടെ ഗീ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.